ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 7-ാം അധ്യായം 1 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. ദേവാലയത്തിലെ പ്രസംഗം. കർത്താവ് ജെറമ്യയോട് അരുളിച്ചെയ്തു, നീ കർത്താവിന്റെ ആലയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളംബരം ചെയ്യുക. കർത്താവിനെ ആരാധിക്കാൻ ഈ വാതിലുകളിലൂടെ പ്രവേശിക്കുന്ന യൂദാ നിവാസികളെ, കർത്താവിന്റെ വാക്ക് കേൾക്കുവിൻ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവിൻ, എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം. കർത്താവിന്റെ ആലയം, കർത്താവിന്റെ ആലയം, കർത്താവിന്റെ ആലയം എന്ന പൊള്ള വാക്കുകളിൽ ആശ്രയിക്കരുത്. നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും തിരുത്തിയാൽ, അയൽക്കാരനോട് യഥാർത്ഥമായ നീതി പുലർത്തിയാൽ, പരദേശിയെയും അനാഥനെയും വിധവയെയും ചൂഷണം ചെയ്യാതെയും ഇവിടെ നിഷ്കളങ്ക രക്തം ചിന്താതെയും ഇരുന്നാൽ, നിങ്ങളുടെ തന്നെ നാശത്തിന് അന്യദേവന്മാരുടെ പുറകെ പോകാതിരുന്നാൽ, ഇവിടെ നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ നൽകിയ ഈ ദേശത്ത് എന്നേക്കും വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും. ഇതാ, പൊള്ള വാക്കുകളിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്, അത് വ്യർത്ഥമാണ്. നിങ്ങൾ മോഷ്ടിക്കുകയും കൊല്ലുകയും വ്യഭിചാരം ചെയ്യുകയും കള്ളസാക്ഷി പറയുകയും ബാലിന് ധൂപമർപ്പിക്കുകയും നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ പിൻചൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ നാമത്തിലുള്ള ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ വന്ന് നിന്ന് ഞങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുന്നുവോ? ഈ മ്ലേച്ഛതകളെല്ലാം സുരക്ഷിതമായി തുടരാമെന്നോ? എൻ്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയോ? ഇതാ, ഞാൻ തന്നെ ഇത് കാണുന്നുണ്ട്, കർത്താവ് അരുളിച്ചെയ്യുന്നു. എൻ്റെ നാമം ഞാൻ ആദ്യം പ്രതിഷ്ഠിച്ച ഷിലോയിൽ ചെന്നു നോക്കുവിൻ. എൻ്റെ ജനമായ ഇസ്രായേലിന്റെ ദുഷ്ടത മൂലം ഞാൻ അവിടെ എന്താണ് ചെയ്തതെന്ന് കാണുവിൻ. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈ പ്രവൃത്തികളെല്ലാം നിങ്ങൾ ചെയ്തു. ഞാൻ വീണ്ടും വീണ്ടും സംസാരിച്ചിട്ടും നിങ്ങൾ ചെവിക്കൊണ്ടില്ല. ഞാൻ വിളിച്ചു, നിങ്ങൾ വിളി കേട്ടില്ല. അതുകൊണ്ട് ഷീലായോട് ചെയ്തത് തന്നെ ഞാൻ എൻ്റെ നാമത്തിലുള്ള നിങ്ങൾ ആശ്രയിക്കുന്ന ഈ ആലയത്തോടും നിങ്ങളുടെ പിതാക്കന്മാർക്ക് നിങ്ങൾക്കുമായി നൽകിയ ഈ സ്ഥലത്തോടും ഞാൻ പ്രവർത്തിക്കും. നിങ്ങളുടെ സഹോദരങ്ങളായ എഫ്രായിം സന്തതികളെ പുറന്തള്ളിയതുപോലെ നിങ്ങളെയും ഞാൻ സന്നിധിയിൽ നിന്ന് ഞാൻ പുറന്തള്ളും. ആരാധനയിലെ അനാചാരങ്ങൾ. ഈ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി നിലവിളിക്കുകയോ യാചിക്കുകയോ വേണ്ട. അവർക്ക് വേണ്ടി എൻ്റെ മുൻപിൽ നീ മാധ്യസ്ഥം പറയരുത്, ഞാൻ നിന്റെ അപേക്ഷ കേൾക്കുകയില്ല. യൂദായിലെ നഗരങ്ങളിലും ജെറുസലേമിലെ തെരുവീഥികളിലും ഞാൻ ചെയ്യുന്നതെന്തെന്ന് നീ കാണുന്നില്ലേ? ആകാശരാജ്ഞിക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി അപ്പം ചുടാൻ കുഞ്ഞുങ്ങൾ വിറക് പെറുക്കുന്നു, പിതാക്കന്മാർ തീ ഊതുന്നു, സ്ത്രീകൾ മാവ് കുഴയ്ക്കുന്നു. എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ അന്യദേവന്മാർക്ക് പാനീയ നൈവേദ്യം ഒഴുക്കുന്നു. എന്നെയാണോ അവർ പ്രകോപിക്കുന്നത്? കർത്താവ് ചോദിക്കുന്നു. അല്ല, തങ്ങളെ തന്നെയാണ് പ്രകോപിച്ച് പരിഭ്രാന്തിയിൽ ആഴ്ത്തുന്നത്. ആകയാൽ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈ ദേശത്തെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മരങ്ങളുടെയും ഭൂമിയിലെ ഫലങ്ങളുടെയും മേൽ എൻ്റെ കോപവും ക്രോധവും ഞാൻ ചൊരിയും. അത് ശമിക്കാതെ കത്തിയെരിയും. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ബലികളും അവയ്ക്കുമേൽ ദഹന ബലികളും അർപ്പിക്കുവിൻ. അവയുടെ മാംസം മുഴുവൻ നിങ്ങൾ തന്നെ തിന്നുവിൻ. ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ ബലികളെ പറ്റിയോ ദഹന ബലികളെ പറ്റിയോ ഞാൻ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു, എൻ്റെ വാക്ക് അനുസരിക്കുവിൻ. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു. അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു.
നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ തുടർച്ചയായി എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അവരുടെ അടുക്കലേക്ക് ഞാൻ അയച്ചു. എന്നാൽ അവർ എന്നെ അനുസരിക്കുകയോ ശ്രവിക്കുകയോ പോലുമോ ചെയ്തില്ല. പ്രത്യുത മർക്കടമുഷ്ടിയോടെ അവർ തങ്ങളുടെ പൂർവികന്മാരെക്കാൾ അധികം തിന്മ ചെയ്തു. ആകയാൽ നീ ഇക്കാര്യങ്ങളെല്ലാം അവരോട് പറയണം. എന്നാൽ അവർ കേൾക്കുകയില്ല. നീ അവരെ വിളിക്കണം, അവർ വിളി കേൾക്കുകയില്ല. നീ അവരോട് പറയണം, തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാത്ത, ശിക്ഷണം സ്വീകരിക്കാത്ത ഒരു ജനമാണിത്. സത്യം അസ്തമിച്ചിരിക്കുന്നു, അവരുടെ നാവിൽ നിന്ന് അത് തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. നീ മുടി അറുത്തെറിയുക, മലമുകളിൽ കയറി വിലാപഗാനം ആലപിക്കുക. താൻ വെറുക്കുന്ന സന്തതിയെ കർത്താവ് ഉപേക്ഷിച്ച് പുറന്തള്ളിയിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, യൂദായുടെ സന്തതി എൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. എൻ്റെ നാമം വഹിക്കുന്ന ആലയം അശുദ്ധമാക്കാൻ അവർ അവിടെ തങ്ങളുടെ മ്ലേച്ഛതകൾ സ്ഥാപിച്ചു. തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ഹോമിക്കാൻ ബെൻഹിന്നോം താഴ്വരയിൽ അവർ തോഫെത്തിന് യാഗപീഠം നിർമ്മിച്ചു. അത് ഞാൻ കൽപ്പിച്ചതല്ല, ചിന്തിച്ചതുപോലുമല്ല. ആകയാൽ കർത്താവ് അരുളി ചെയ്യുന്നു, തോഫെത്ത് എന്നോ ബെൽഹിന്നോം താഴ്വര എന്നോ അല്ല, കൊലയുടെ താഴ്വര എന്ന് അത് വിളിക്കപ്പെടുന്ന കാലം വരുന്നു. വേറെ സ്ഥലമില്ലാത്തതിനാൽ തോഫെത്ത് ശ്മശാനമായി മാറും. ഈ ജനത്തിൻ്റെ മൃതശരീരങ്ങൾ ആകാശത്തിലെ പറവുകൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമായിരിക്കും. അവയെ ഓടിച്ചു കളയാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. യൂദായിലെ നഗരങ്ങളിൽ നിന്നും ജെറുസലേമിലെ തെരുവീഥികളിൽ നിന്നും തിമിർപ്പും ആനന്ദാരവും മണവാളൻ്റെതും മണവാട്ടിയുടെയും മധുരസ്വരവും ഞാൻ ഇല്ലാതാക്കും. ദേശം വിജനമായി തീരും.